सहनाववतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ओम भद्रं कर्णेभिः शृणुयाम देवाः भद्रं पश्येमाक्षभिर्यजत्राः स्थिरैरङ्गैस्तुष्टुवांसस्तनूभिर्व्यसेम देवहितं यदायुः। स्वस्ति न इंद्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नः तार्क्ष्यो अरिष्टनेमि स्वस्ति न बृहस्पतिर्दधातु। ओम शांति शांति शांति। वेदैरनेकैरहमेव वेद्यः वेदान्तकृत् वेदविदेव चाहम्। अहम् अनेकैः वेदैः वेद्यः अहम् वेदान्तकृत् अहम् വേദവിദ്. അടുത്തത് മമയാണ്. അഹം ഞാൻ, മമ എൻ്റെ, എനിക്ക്. നമ്മൾ ഈ ലോകത്തിൽ ഈ രണ്ടാണല്ലോ, ഞാൻ എൻ്റെ. എൻ്റെ എന്നുള്ളതാണ് എല്ലാ ബന്ധനങ്ങളുടെയും സ്വരൂപം. എല്ലാ ബന്ധനങ്ങളുടെയും സ്വരൂപം എൻ്റെന്നാണ്. എൻ്റെ അത്, എൻ്റെ ഇത്, എൻ്റെ ആശ്രമം, എൻ്റെ ശിഷ്യന്മാർ, എൻ്റെ വീട്, എൻ്റെ മക്കള്, ഇല്ലേ? അങ്ങനെ പോവും. ഈ എൻ്റെകളൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നത് ഞാൻ എന്നുള്ളതിലാണ്. അപ്പൊ എൻ്റെയൊക്കെ ആസ്പദം എന്താന്ന് വെച്ചാൽ ഞാനും എൻ്റെയും ചേർന്നതാണ് സംസാരം. ഈ മന്ത്രത്തില് ഈ രണ്ടിനെയും ഒന്ന് മാറ്റി ചിന്തിക്കുകയാണ്. ആദ്യം ഞാൻ ആരാന്നുള്ളത്, അതാണ് വേദൈഹി അനേകൈഹി അഹമേവ വേദ്യഃ വേദാന്തകൃത് അഹം വേദവിദ് അഹം. അടുത്തത് എൻ്റെയാണ്. മമ എൻ്റെ, എനിക്ക്. ന പുണ്യപാപേ അസ്തി ന നാശഃ മമ അസ്തി മമ ന ജന്മ മമ ദേഹേന്ദ്രിയ ബുദ്ധി ന അസ്തി. അപ്പോൾ ഈ ഒരു ഒറ്റ മന്ത്രം സംസാരത്തിൻ്റെ പ്രധാന ബന്ധകാരികളായിട്ടുള്ള ഞാൻ, എൻ്റെ എന്നിവയെ ഒന്ന് പുനഃ ചിന്തനം ചെയ്യിക്കുകയാണ്. അവിടെ ഞാനും എൻ്റെതും ഇല്ല എന്നല്ല, ഞാനും എൻ്റെതും ഉണ്ട്. അത് ഇന്നലെ വരെ മനസ്സിലാക്കി വെച്ചത് മാറ്റി. ഇന്നലെ വരെ എന്താ മനസ്സിലാക്കിയത്? മമ ജന്മ അസ്തി, എനിക്ക് ജന്മമുണ്ട്. ഇന്നലെ ഒരു നേരം പോക്കുണ്ടായി. ഇന്നലെ ഉച്ചയ്ക്കുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇവിടെ ആരോടൊക്കെ വെടി പറഞ്ഞിരിക്കുകയാണ് പുറത്ത്. അപ്പോൾ സന്ദർഭവശാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ശങ്കരഭാഷ്യ വ്യാഖ്യാനം പൂർത്തിയാക്കാത്തതിനെ കുറിച്ച് പറയാനിടയായി. 99 തുടങ്ങുന്ന സമയത്ത് സങ്കല്പിച്ചതുപോലെയാണെങ്കിൽ ശങ്കരഭാഷ്യങ്ങൾ മുഴുവൻ ഇറക്കി കഴിയേണ്ട സമയം കഴിഞ്ഞു.
കാരണം മാസത്തിൽ 3 പുസ്തകമെങ്കിലും, അല്ല കൊല്ലത്തിൽ 3 പുസ്തകമെങ്കിലും എന്നുള്ള ക്രമത്തിൽ നോക്കിയ ഗീതയും ഉപനിഷത്തും ബ്രഹ്മസൂത്രവും പൂർത്തിയാക്കേണ്ട സമയം ഏകദേശമായി. ഇപ്പോഴും ഗീത 10 അധ്യായത്തിൽ നിൽക്കുക, 11 തൊട്ടിട്ടില്ല, ഒരക്ഷരം എഴുതിയിട്ടില്ല. അതാണ് ശരി. അപ്പം ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ശരീരത്തിൻ്റെ പ്രായം വർദ്ധിക്കുന്നു. അന്ന് തുടങ്ങുന്ന സമയത്ത് വളരെ ചെറുപ്പമാണ്. അപ്പം ഈ വിഷയങ്ങൾ പറഞ്ഞ സമയത്ത് ഒരാൾ ഉടനെ ചാടി വീണു. അയാളിപ്പോൾ അവിടെ ഉണ്ടോ? ഇല്ല, അവിടെ ഇല്ല. അയാൾ ചാടി വീണു. നമുക്കപ്പോൾ സ്വാമീൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കണം എന്നായി. എന്നാൽ പറയാനുള്ളതൊക്കെ ഒന്ന് പറയട്ടെ, കേൾക്കാലോ എന്ന് വിചാരിച്ച്. വളരെ സുന്ദരമായ വിഷയങ്ങളൊക്കെ കേൾക്കാലോ. അതിന് പായസം വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കേൾക്കാലോ. എന്നിട്ട് പറഞ്ഞു, നമ്മളെ കിട്ടില്ല കേട്ടോ, നിങ്ങളത് നടത്തേണ്ടിയത്. നിങ്ങളെ ഷഷ്ടിപൂർത്തി, നിങ്ങളെ സപ്തതി നിങ്ങൾ നടത്തിക്കൊള്ളാം. നമ്മളെ കൂട്ടി ഘടിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളായി, നിങ്ങളെ പാടായി. ബാക്കി ലോഹ്യങ്ങളും സ്നേഹങ്ങളൊക്കെ ഒരു കുറവുമില്ലാതെ, സ്നേഹത്തിനും ലോഹ്യത്തിനൊന്നും ഒരു കുറവുമില്ല. ഇപ്പോൾ ഷഷ്ടിപൂർത്തി നടത്തുമ്പോഴത്തേക്ക് പിന്നെ സപ്തതി വേണമെന്നാവും. സപ്തതി നടത്തുമ്പോൾ എന്താവും? അശീതി വേണമെന്നാവും. അശീതി നടത്തിയാൽ പിന്നെ ശതാബ്ദി വേണ്ടേ? 84 വേണം. ഒക്കെ പ്രശ്നമാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് മൈക്രോഫോണിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് നമേ ജന്മ അസ്തി എന്ന് പറയണം. എനിക്ക് ജന്മമില്ല, എനിക്ക് മരണമില്ല. അവിടെ പോയിരുന്ന് പറയുക, ഇതെൻ്റെ ഇത്രാമത്തെ പിറന്നാളാണ്, നിങ്ങളെല്ലാവരും ദക്ഷിണ വെക്കണം കേട്ടോ, ദക്ഷിണ കുറയ്ക്കരുതേ. അല്ലേ? ദക്ഷിണ കുറയ്ക്കാൻ പാടില്ല. അതാണ് നമേ ജന്മ, എനിക്ക് ജന്മം ഇല്ല. ജന്മം ഇല്ലാച്ചാൽ മരണവും ഇല്ല, മരണം ഉണ്ടെങ്കിലോ ജന്മവും ഇല്ല. ചിന്തിക്കുക. ഓരോരോ വർത്തമാനം പറയുമ്പോൾ ഓരോരുത്തർ കയറി പിടിക്കണതാ നോക്കേണ്ടത് എന്തിലാന്ന്, അല്ലേ? നമേ ജന്മ, എനിക്ക് ജന്മമില്ല. ജന്മം ഉണ്ടെങ്കിൽ മരണമുണ്ട്, അത് ഉറപ്പാണ്. ഒരു കാര്യം ചെയ്യാം, സ്വാമി കാറ്റ് പോയാൽ ഞങ്ങൾ സമാധിയും ആചരിച്ചോളാം പോലെ. അപ്പം ശരിയായില്ല, അപ്പം പ്രശ്നം തീർന്നില്ല. നമേ ജന്മ ദേഹേന്ദ്രിയ ബുദ്ധി മമ അസ്തി. ദേഹേന്ദ്രിയ ബുദ്ധി, ദേഹേന്ദ്രിയ ബുദ്ധികളോട്, ശരീരേന്ദ്രിയ മനോബുദ്ധികളോട് താതാത്മ്യപ്പെട്ടതായ യാതൊരു ഭാവവും ഇല്ല. ഇതൊക്കെ എൻ്റെയാ, ഇതൊന്നും എൻ്റെ അല്ല, എല്ലാം എൻ്റെതാ. ഒരു ദൃഷ്ടിയിൽ, മറ്റൊരു ദൃഷ്ടിയിൽ ഇതൊന്നും എൻ്റെതല്ല. രണ്ടും ശരിയാണേ, രണ്ട് ദൃഷ്ടിയും ശരിയാ. നേരത്തെ പറഞ്ഞു നമ്മൾ, തദ് ബ്രഹ്മാഹം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ നോക്കിയിട്ടാണ്. രണ്ടാമത്തെ ഭാഗത്തിൽ പറഞ്ഞു, ഈ പ്രപഞ്ചത്തെ നോക്കിയിട്ട് ഒന്നും ഞാനല്ല, ഇതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞു. രണ്ട് ദൃഷ്ടിയാണ്, ശ്രദ്ധിക്കുക. തുടർന്ന് ന ഭൂമിരാപോ ന ച വഹ്നിരസ്തി ന ചാനിലോ മേസ്തി ന ചാംബരം ച ഏവം വിദിത്വാ പരമാത്മരൂപം ഗുഹാശയം നിഷ്കലമദ്വിതീയം സമസ്ത സാക്ഷിം സദസദ്വിഹീനം പ്രയാതി ശുദ്ധം പരമാത്മരൂപം. ന ഭൂമിഃ ന ആപഃ ന വഹ്നിഃ ന അനിലഃ ന അംബരം ച മേ അസ്തി. അപ്പൊ നമ്മുടെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ, സ്ഥൂല ശരീരം സ്ഥൂലഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടത്. സ്ഥൂലഭൂതങ്ങൾ എന്ന് പറഞ്ഞാലോ പഞ്ചീകൃതങ്ങളായ ഭൂതങ്ങളാണ് സ്ഥൂലഭൂതങ്ങൾ.
പഞ്ചീകൃതം എന്ന് പറഞ്ഞാൽ ഇതര ഭൂതങ്ങളുടെ ഗുണങ്ങൾ ചേർന്നത്. പഞ്ചീകൃതം എന്ന് പറഞ്ഞാൽ ഇതര ഭൂതങ്ങളുടെ ഗുണങ്ങൾ ചേർന്ന ഭൂതത്തിനാണ് പഞ്ചീകൃത ഭൂതം എന്ന് പറയുക. അപ്പൊ പഞ്ചീകൃതമായ ഭൂമി എന്ന് പറഞ്ഞാൽ അതിൽ ആകാശവും വായുവും അഗ്നിയും ജലവും അടങ്ങിയിട്ടുണ്ട്. പഞ്ചീകൃതമായ വായു എന്ന് പറഞ്ഞാൽ അതിൽ ആകാശവും അഗ്നിയും ജലവും ഭൂമിയും അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും മനസ്സിലാക്കുക. അങ്ങനെ പഞ്ചീകൃത ഭൂതങ്ങളുടെ ചേർച്ച കൊണ്ടാണ് ഭൗതിക ശരീരം ഉണ്ടായിട്ടുള്ളത്, സ്ഥൂല ശരീരം. സൂക്ഷ്മഭൂതങ്ങൾ, അതായത് അപഞ്ചീകൃത ഭൂതങ്ങൾ, അപഞ്ചീകൃത ഭൂതങ്ങളുടെ ചേർച്ചയാലാണ് സൂക്ഷ്മ ശരീരം ഉണ്ടായിട്ടുള്ളത്. അപഞ്ചീകൃതമായിരിക്കുന്ന സൂക്ഷ്മഭൂതങ്ങളിൽ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, അതായത് ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധ തന്മാത്ര, അതിൻ്റെ സത്വാംശങ്ങളിൽ നിന്നാണ് ശ്രോത്രം തുടങ്ങി ത്വക്ക്, നേത്രം, രസനം, ഘ്രാണം, ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. അല്ലെങ്കിൽ അവയുടെ രാജസിക അംശങ്ങളിൽ നിന്നാണ് വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. ഇനി സത്വാംശങ്ങൾ ചേർന്നിട്ടാണ് അന്തഃകരണം, രജോംശങ്ങൾ ചേർന്നിട്ടാണ് പ്രാണങ്ങൾ. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് പഞ്ചഭൂതങ്ങളുടെ കാര്യങ്ങളാണ് സ്ഥൂല കാര്യങ്ങൾ സ്ഥൂല ശരീരവും, സൂക്ഷ്മ കാര്യങ്ങൾ സൂക്ഷ്മ ശരീരവും. അതിനെയാണ് ഇവിടെ നിഷേധിക്കുന്നത്. ന ഭൂമിഹി, ഭൂമിയില്ല, ആപഹ, ജലമില്ല. ആപഹ നമ്മൾ മുമ്പ് ശ്രദ്ധിച്ചു. ശബ്ദം എവിടെ പറഞ്ഞു അവിടെ ബഹുവചനേ പാടുള്ളൂ. അതുകൊണ്ട് ആപ്പ് എന്ന് പറയില്ല, ആപഹ. അതിന് ഏകവചനം ദ്വിവചനം ഇല്ല അപ്ശബ്ദത്തിന്. എന്താ അങ്ങനെ പാണിനി മഹർഷി നിശ്ചയിച്ചെന്ന് വെച്ചാൽ അറിയില്ല. എന്നാൽ ജലത്തിന് ഏകവചനവും ദ്വിവചനവും ബഹുവചനവും ഒക്കെ ഉണ്ട്. ജലം, ഉദകം, എല്ലാത്തിനും ഏകവചനവും ദ്വിവചനവും ഉണ്ട്. അപ്ശബ്ദത്തിന് മാത്രമേ ഉള്ളൂ ബഹുവചനം, അതിന് ഇതര വചനങ്ങളില്ല. ആപഹ. ഇവിടെ ചെറിയൊരു സംശയം തോന്നാൻ സാധ്യതയുണ്ട് ഇപ്പം പറഞ്ഞതിൽ. അതായത് ഉപനിഷത്തിലല്ല, വ്യാകരണപരമായിട്ട് ഇപ്പം പറഞ്ഞതിലൊരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. അതായത് എന്തുകൊണ്ടാണ് പാണിനി അങ്ങനെ നിശ്ചയിച്ചതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് തോന്നും പാണിനി നിശ്ചയിച്ചതിനനുസരിച്ചാണ് വേദത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന്. അല്ല, ഭാഷ നിലവിലുള്ള പദങ്ങളെ വ്യാകരണ നിബദ്ധമായി ചിട്ടപ്പെടുത്തുകയാണ് പാണിനി ചെയ്തത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പാണിനി മഹർഷി ശബ്ദങ്ങൾ ഉണ്ടാക്കുകയല്ല ചെയ്തത്, ഉണ്ടാക്കിയിട്ടുണ്ട്. നിലവിലുള്ള ശബ്ദങ്ങൾക്ക് വ്യാകരണപരമായി ഇങ്ങനെയാണവ സിദ്ധമായതെന്ന് നിയമക്രമം കൊടുക്കുക ചെയ്തത്. വ്യത്യാസം മനസ്സിലായില്ലോ? അത് വൈയാകരണന്മാരൊക്കെ അതാ ചെയ്യുന്നത്. ഏതായാലും സംസ്കൃതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അനേകം ഋഷീശ്വരന്മാരുടെ വ്യാകരണ ശാസ്ത്ര പ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പരമ പ്രാമാണികനായ പാണിനിയുടെ പ്രവർത്തനത്തോടു കൂടി അത് പൂർണ്ണമായി. അതുകൊണ്ട് തനിക്ക് മുമ്പുണ്ടായിട്ടുള്ള വൈയാകരണന്മാരെയൊക്കെ പാണിനി അനുസ്മരിക്കുന്നുണ്ട്. ഐന്ദ്രം, ചാന്ദ്രം, കാശകൃഷ്ണം, ശാകല്യം, സ്ഫോടായനം തുടങ്ങി ഒരുപാട്, ആപിശലം കുറേ ഉണ്ട്.
പല ആചാര്യന്മാരെ ഉദ്ധരിക്കുന്നുമുണ്ട്. എങ്കിലും പാണിനിയോട് കൂടി അതിനൊരു പൂർണ്ണത കൈവന്നു എന്ന് പറയാം. അതുകൊണ്ട് പാണിനീയമാണ് ഇന്ന് നിലവിലുള്ളത്. അപ്പോൾ പാണിനി തുടങ്ങിയ വൈയാകരണന്മാർ നിലവിലുള്ള ശബ്ദങ്ങളെ ഇന്ന നിയമമനുസരിച്ചാണ് അവ ഉണ്ടായതെന്ന് നിബന്ധിക്കുക ചെയ്തത്. ഈ വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം നേരത്തെ പറഞ്ഞു പോയപ്പോൾ എന്തുകൊണ്ടാണ് പാണിനി അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ പാണിനിയാണ് ശബ്ദം ഉണ്ടാക്കിയെന്ന് തോന്നിപ്പോവും. ആ പഞ്ചീകൃത ഭൂതം എന്ന് പറഞ്ഞാൽ പഞ്ചീകരണം നടക്കുന്നതിന് മുമ്പുള്ളതാണ്. അതായത് തസ്മാദ് വാ ഏതസ്മാത് ആത്മന ആകാശ സംഭൂത ആകാശാദ് വായു വായോരഗ്നി അഗ്നേരാപ അഭ്യപൃഥിവി എന്നും മറ്റും ധാരാളം ശ്രുതിയുണ്ട്. ആ പരമാത്മാവിൽ നിന്ന് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നിവ ഉണ്ടായി. ഈ ഉണ്ടായി എന്ന് പറയുന്നത് സൂക്ഷ്മമാണ്, സ്ഥൂലമല്ല. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ഓരോന്നും തനത് ഗുണത്തോട് കൂടിയതാണ്. അതായത് ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങളോട് കൂടിയതാണ്. പിന്നീടാണ് നമ്മൾ പഞ്ചീകരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അത് ഇതര ഗുണങ്ങൾ ചേരുന്നതാണ്. അതായത് ആകാശത്തോട് അഥവാ ശബ്ദത്തോട് വായുവും അഗ്നിയും ജലവും ഭൂമിയും ചേരുന്നു. വായുവിനോട് ആകാശവും അഗ്നിയും ജലവും ഭൂമിയും ചേരുന്നു. അഗ്നിയോട് ആകാശവും വായുവും ജലവും ഭൂമിയും ചേരുന്നു. ജലത്തോട് ആകാശവും അഗ്നിയും വായുവും അഗ്നിയും ഭൂമിയും ചേരുന്നു. ഇങ്ങനെ ഇതര ഭൂതങ്ങളുടെ ചേർച്ച വരുമ്പോഴാണ് സ്ഥൂലഭൂതം ഉണ്ടാവുന്നത്. ഇതൊരു സിദ്ധാന്തമാട്ടോ, ഇത് ഋഷി അനുഭവത്തെന്ന് പറഞ്ഞതല്ല. ഇത് പ്രപഞ്ചത്തെ വ്യാഖ്യാനിച്ച് പറഞ്ഞതാ. അപ്പോൾ പഞ്ചീകൃതമാകുമ്പോഴത്തേക്ക് അത് സ്ഥൂലമായി. അപ്പോൾ സ്ഥൂലത്തിൽ ഇതര ഗുണങ്ങൾ കൂടി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. അപഞ്ചീകൃതം ചെയ്യപ്പെട്ടതല്ല, അപഞ്ചീകൃതം സ്വതവേ ഉള്ളതാണ്. പഞ്ചീകൃതമാണ് മാറ്റം വന്നത്, സ്ഥൂലതയെ പ്രാപിച്ചത്. അങ്ങനെ സ്ഥൂലതയെ പ്രാപിച്ച ഭൂതങ്ങളിൽ നിന്നാണ് ഭൗതിക പ്രപഞ്ചം ഉണ്ടാവുന്നത്. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ ശരീരവും എല്ലാം. സ്ഥൂല ശരീരം, ഈ കാണാകുന്ന എല്ലാ ശരീരങ്ങളും ഭൗതികമാണ്, സ്ഥൂലമാണ്. മറ്റതും ഭൗതികമാണ്, പക്ഷെ സൂക്ഷ്മമാണ്. അപ്പൊ ഇവയെ നിഷേധിക്കുകയാണ്. ഈ അഞ്ചുമില്ല എന്ന് പറയുമ്പോൾ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ നിഷേധിച്ചു. അഥവാ ശരീര, ഇന്ദ്രിയ, പ്രാണ, മനോബുദ്ധികളെ നിഷേധിച്ചു. ഇതിനോടൊക്കെ ചേർന്നാണ് നമ്മൾ ഇരിക്കുന്നത്. ഓരോന്നിനോട് ചേരുമ്പോഴും ആ ഭാവം നമുക്ക് വരുന്നുണ്ട്. വേണം താനും, ലോകത്തിൽ അതൊക്കെ വേണം. എന്നാൽ പരമാർത്ഥത്തിൽ ഞാനതൊന്നുമല്ല. അതാണ് നിഷേധിക്കുന്നത്. ന ഭൂമിരാപോ ന ച വന്യരസ്തി ന ചാനിലോമേസ്തി ന ചാംബരം ച. അമ്പരം ആകാശം. വ്യക്തമാണല്ലോ അല്ലേ? ഏവം വിദിത്വാ പരമാത്മരൂപം, ഏവം പരമാത്മരൂപം വിദിത്വാ, ഇപ്രകാരം പരമാത്മരൂപത്തെ അറിഞ്ഞാൽ അഥവാ അറിഞ്ഞിട്ട്.
അവിടെയും വിദിത്വ അറിഞ്ഞിട്ട് എന്നുള്ളതിന് സംശയരഹിതമായി സാക്ഷാത്കരിച്ചിട്ട് എന്ന് തന്നെ അർത്ഥം എടുക്കണം. കാരണം ഗുരുശാസ്ത്രങ്ങളിൽ നിന്ന് കേട്ട് പരോക്ഷമായി അറിഞ്ഞിട്ടെന്ന് അർത്ഥം എടുത്താൽ പോരാ. പരോക്ഷജ്ഞാനത്തിന് വലിയ മഹിമയുണ്ട്, വലിയ മഹിമയാണ്. പക്ഷെ അതേ സമയത്ത് പരോക്ഷജ്ഞാനത്തിൽ സംശയങ്ങൾ നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നേരത്തെ ജ്ഞാത്വ എന്നുള്ളതിന് വിജ്ഞായ എന്നർത്ഥം പറഞ്ഞ പോലെ വിദിത്വ എന്നുള്ളതിനും അങ്ങനെ തന്നെ അർത്ഥം പറയണം. വിദിത്വ വിജ്ഞായ സാക്ഷാത്കരിച്ചിട്ട് സംശയ വിപര്യങ്ങൾ നീങ്ങി അറിഞ്ഞിട്ട് എന്തിനെ? പരമാത്മരൂപം, പരമാത്മരൂപത്തെ അറിഞ്ഞിട്ട്. അവിടെ രൂപശബ്ദം ഉപചാരമാണ്, കാരണം രൂപമില്ലാത്തതിൻ്റെ രൂപമാണ്. അരൂപം എന്ന് നേരത്തെ പറഞ്ഞു. അരൂപന്റെ രൂപം അറിയാന്ന് പറഞ്ഞാൽ എന്താ? രൂപ്യതേ അനേന ഇതി, യാതൊന്നിനെ കൊണ്ട് നിരൂപണം ചെയ്യപ്പെടുന്നുണ്ടോ അതാണ് രൂപം. അപ്പം നിരൂപണം ചെയ്യാൻ എന്തെങ്കിലും ചില ആശ്രയങ്ങൾ വേണം, ആ ആശ്രയങ്ങളായിട്ട് സ്വീകരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. വാക്കുകൊണ്ട് പറയാൻ പറ്റാത്തതിനെ വാക്കുകൊണ്ട് പറയുന്നതിനെ കുറിച്ച് പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചു. അപ്പോൾ പരമാത്മാവിൻ്റെ രൂപത്തെ അതാണ് ഇത്രയും അനുസന്ധാനം ചെയ്തത്. അപാണിപാദോഹമചിന്യ ശക്തി വേദൈരനേകൈരഹമേവ വേദ്യ തുടങ്ങി അനേക മന്ത്രങ്ങളിലൂടെ പരമാത്മാവിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ഭാവത്തെക്കുറിച്ചാണ് നമ്മൾ നിരൂപണം ചെയ്തത്. ഈ പരമാത്മഭാവത്തെ വിദിത്വ അറിഞ്ഞിട്ട് വളരെ ശ്രദ്ധിക്കുക. ഈ പരമാത്മാവിനെ അറിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ എങ്ങോ ഒരു പരമാത്മാവുണ്ട്, വൈകുണ്ഠത്തിൽ, അല്ലെങ്കിൽ കൈലാസത്തിൽ, അല്ലെങ്കിൽ ബ്രഹ്മലോകത്തിൽ, അല്ലെങ്കിൽ ഇതിനൊക്കെ അപ്പുറത്ത്. അതെ അപ്പുറത്ത്, അത് വൈകുണ്ഠത്തിന് അപ്പുറത്തൊരു ലോകം ഉണ്ടെന്നാണ് പറയണത്. അത് ഗോലോകം. എന്താ? ആ അതെ, പര്യായമാണല്ലോ. അതാണല്ലോ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഇവിടെ പരമാത്മരൂപം എന്ന് പറയുമ്പോൾ എങ്ങോ എവിടെയോ പരമാത്മാ, ഈ അറിവ് കൊണ്ട് പ്രയോജനമില്ല. ഒരു സർവേശ്വരനുണ്ട് എന്നറിഞ്ഞാൽ ചിലപ്പോൾ ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാവുമായിരിക്കാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഒരു പരമേശ്വരനുണ്ട്, ഒരു സർവേശ്വരനുണ്ട് എന്ന അറിവ് ഒരു പക്ഷേ സുരക്ഷിതത്വ ബോധം നമുക്ക് നൽകുമായിരിക്കാം, അതിൽ കവിഞ്ഞ് കൃതാർത്ഥത നൽകില്ല, അഭയത്തെ നൽകില്ല, ഉറപ്പാണ്. ആ പരമേശ്വര സ്വരൂപമാണ് താനെന്നറിഞ്ഞാൽ മാത്രമേ പരിമിതികൾ ഒഴിഞ്ഞ മുക്തിയിലേക്ക് ഉയരുന്നുള്ളൂ. പരമേശ്വരനുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാവും, ഇല്ലേ? ഇപ്പം നമുക്കിപ്പോൾ രാഷ്ട്രത്തിൽ ശക്തനായൊരു ഭരണാധികാരിയുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്, ഒരു ഗവൺമെൻറ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സുരക്ഷിതത്വ ബോധമാണ് നമുക്ക്. അപ്പോൾ സർവത്തിനെയും നോക്കി പരിപാലിക്കുന്ന ഒരു ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞാൽ
ഒരു സുരക്ഷിതത്വ ബോധം, അതിൽ കവിഞ്ഞ് കൃതാർത്ഥതയൊന്നുമില്ല. ആ കൃതാർത്ഥതയിലേക്ക് ഉയരണമെങ്കിൽ തൻ്റെ കൽപ്പിതങ്ങളായ പരിമിതികൾ ഒഴിയണം. അതൊഴിയണമെങ്കിൽ അപരിമിത സ്വരൂപമാണ് താനെന്നറിയണം. അത് ശ്രദ്ധിക്കുക. നമുക്ക് ദൂരെ 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 പോയിട്ട് കാര്യമില്ല. ഏറ്റവും ദൂരെ വെക്കാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം. ഇപ്പോൾ വൈകുണ്ഠവും കൈലാസമൊന്നും പോരാ, അതിനേക്കാൾ ദൂരെ പോകണം എന്നാണ്. അതാണ് ഗോലോകമൊക്കെ കേട്ടിട്ടില്ല ഇല്ലേ? ഗോലോകത്തിൽ കൃഷ്ണൻ രാധയോടുകൂടി ഇരിക്കണമെന്നാണ് പറഞ്ഞത്. എന്താ ചെയ്യുക, അതങ്ങ് ദൂരെ. വലിയ പ്രശ്നമാണ്. ഇപ്പം പുതിയ എന്തെങ്കിലും ഒന്ന് വന്നാൽ ഉടനെ അത് പെരുകും. നമ്മളെ നാട്ടിൽ പെരുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നല്ലത് തന്നെ, സന്തോഷം. അവർക്കൊരിക്കലും ഇത് കേൾക്കണത് പോയിട്ട് ഈ ജീവാത്മാവും പരമാത്മാവും ഒന്നാന്ന് പറഞ്ഞാൽ ഇത്ര വലിയ മഹാപാപം വേറൊന്നില്ല എന്നാണ് അവർക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എഴുതി വെച്ചു ദോസ് റാസ്കൽസ് ഹു ആർ പ്രൊപ്പഗേറ്റിംഗ് ഐ ആം ബ്രഹ്മൻ എന്ന്. ഇതിൽ പരമൊന്നും പറയണ്ടല്ലോ. ദോസ് റാസ്കൽസ് ഹു ആർ പ്രൊപ്പഗേറ്റിംഗ് ഐ ആം ബ്രഹ്മൻ എന്ന് വെച്ചാൽ സന്യാസിമാരെ മുഴുവൻ റാസ്കൽസ് എന്ന് വിളിച്ചിരിക്കുക. അപ്പോൾ ശ്രീരാമനും റാസ്കലാവും, ശ്രീകൃഷ്ണനും റാസ്കലാവും. കാരണം അവരൊക്കെ തന്നെയാണ് പറഞ്ഞത്. അത് നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കണോണ്ടല്ലേ. കൃഷ്ണൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കൃഷ്ണൻ ഇങ്ങനെയാ പറഞ്ഞത്. കൃഷ്ണൻ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ വ്യാഖ്യാനിക്കണതാണ്. സന്തോഷം, ഇത്രയേ ഉള്ളൂ. നമുക്ക് വിരോധമല്ല, നമ്മൾ അവരെ കൂടെയും കൂടും. നമ്മൾ അവരുടെയും ചുമലിൽ കൈയിട്ട് പിന്നല്ലാണ്ട് ഗോലോകത്ത് തന്നെയാണ് കൃഷ്ണനുള്ളത്. രാധയുടെ ഇടത്തോ വലത്തോ എന്താണ് ഏത് ഭാഗത്താ? ഒരു വിരോധം നമുക്കില്ല. തൈരയം ന വിരുദ്ധ്യത. അവരിങ്ങോട്ട് റാസ്കൽ എന്ന് വിളിച്ചാൽ നമുക്ക് അങ്ങോട്ട് റാസ്കൽ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. സന്തോഷം. അപ്പം നമ്മൾ എവിടെ പോകുന്ന സമയത്തും അവരെടുത്തും പോകും. പോയി വേണ്ടെങ്കിലും ഒരു ചായയൊക്കെ വാങ്ങി കുടിക്കും. തമാശയെന്ന് വിചാരിക്കുക. തമാശയല്ല പറയണത്, പരമാർത്ഥാണ്. അപ്പൊ വിഷ്ണുവിൻ്റെ മുകളിലാണ് കൃഷ്ണൻ. നമ്മൾ സാമാന്യമായിട്ട് പുരാണങ്ങളൊക്കെ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് എന്താ? വിഷ്ണുവിൻ്റെ അവതാരമാണ് കൃഷ്ണൻ എന്നാണ്. വിഷ്ണുവിൻ്റെ അവതാരമൂർത്തിയാണ് കൃഷ്ണൻ. അപ്പം അതല്ല. അപ്പോൾ വിഷ്ണു അല്ല, വിഷ്ണുവിൻ്റെ മേപ്പെട്ടാണ് കൃഷ്ണൻ. സന്തോഷം, നല്ലത്. ആരെങ്കിലും ഒരാളുണ്ടായാൽ പോരെ. നിങ്ങൾ എന്ത് പേര് വിളിച്ചാൽ എന്താ? മറ്റവൻ ശിവൻ എന്ന് വിളിക്കണോ, യവൻ വിഷ്ണു എന്ന് വിളിക്കണോ, നിങ്ങൾ കൃഷ്ണൻ എന്ന് വിളിക്കണോ, സന്തോഷം. നമുക്ക് വിരോധമൊന്നുമില്ല. ശങ്കരാചാര്യൊക്കെ മഹാബദ്ധന്നേ, മഹാബദ്ധാണ്. കാരണം ഈ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറഞ്ഞിട്ട് നാട് നശിപ്പിച്ചത് ശങ്കരാചാര്യരാണ്. ഞങ്ങളുടെ കൃഷ്ണനെ ഉപയോഗിച്ചുകൊണ്ടാണത് പറഞ്ഞത്. അതാണ് അതിൻ്റെ സങ്കടം. ഗീത വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്തൊരു പാപമാണ് ഈ പാപമൊക്കെ. ശങ്കരാചാര്യർ എവിടെ പോയി തീർക്കും? അയ്യോ, നല്ലത് തന്നെ. എല്ലാവർക്കും വേണ്ടേ? പോപ്പുലാരിറ്റി കൂടട്ടെ, നല്ലത് തന്നെ. എന്താ കുഴപ്പം? അപ്പൊ ചിലർ പറയും സ്വാമിയെ പോലുള്ളവർ എന്തിനാണ് പിന്നെ കൂടുന്നത്? കൂടട്ടെ തന്നെ. അപ്പൊ ചിലർ ചോദിക്കാറുണ്ട്, ആ കാലത്ത് വേദവിരുദ്ധങ്ങളായി വികസിച്ച ദർശനങ്ങളോട് തർക്കത്തിലേർപ്പെടുകയും അവരെ പരാജയപ്പെടുത്തുകയുമല്ലേ ശങ്കരാചാര്യർ ചെയ്തത്? അപ്പോൾ നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഇന്നിങ്ങനെയൊക്കെ അനുകൂലിച്ച് നിൽക്കാൻ പാടുണ്ടോ? അക്കാലമല്ല ഇക്കാലം. ഇന്ന് നമുക്ക് ആവശ്യം വേദകൽപ്പവൃക്ഷത്തിന് കീഴിലുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് വരുന്നതാണ്. അത്ര വലിയ പ്രതിസന്ധികളാണ് ഇന്നത്തെ വർത്തമാന കാലത്തിലുള്ളത്.
അത്ര വലിയ പ്രതിസന്ധികളാണ്. കാരണം ഈ സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി അത്രയ്ക്ക് വലിയ പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര. അപ്പോൾ വേദകൽപ്പവൃക്ഷത്തിന് കീഴിലുള്ള എല്ലാത്തിനെയും ഒന്നായി ചേർത്ത് ഞാൻ വേറെയാണ്, നീ വേറെ അല്ലടോ, നിന്നെ പോവാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുക വേണ്ടത്. അതാണ് നമ്മുടെ നയം വേണ്ടതെന്ന അഭിപ്രായം. പക്ഷെ നിരീക്ഷിക്കണം, അടിസ്ഥാനമായിരിക്കുന്നതിന് വിരുദ്ധമായി നീങ്ങുമ്പോൾ ചിലപ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കുന്നത് ബലപ്പെടുത്തുമൊക്കെ വേണ്ടി വരും. വിടുന്ന പ്രശ്നമില്ല. മനസ്സിലായില്ല? ധൃതരാക്ഷന് തള്ളിക്കളയുന്നൊന്നുമില്ല, ആലിംഗനം ചെയ്തിട്ട് തന്നെയാണ് വേണ്ടത്. അല്ലാണ്ട് തള്ളിക്കളയരുത്, ആരെയും തള്ളരുത്, ഒരാളെയും തള്ളരുത്. തള്ളിയാൽ പോയി. ഇതിൻ്റെ കൗശലം ശങ്കരാചാര്യ സ്വാമികൾ നമ്മളെ നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. സംശയമുള്ളൊരു ഭഗവത്ഗീത ഭാഷ്യം വായിക്കുക. ഭഗവത്ഗീത ഭാഷ്യത്തിൽ സാഖ്യ പദാവലികൾ ഉപയോഗിച്ചിട്ട് ഭാഷ്യകാരൻ എഴുതിയിട്ടുണ്ട്. ത്രിഗുണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ വിചാരിക്കും ശങ്കരാചാര്യർ ഇതുവരെയുള്ള എല്ലാ സിദ്ധാന്തവും ഉപേക്ഷിച്ചോ, ഇപ്പം എന്താ ത്രിഗുണങ്ങളെ പറയുന്നത് സാഖ്യൻ്റെ ഭാഷയിലാണല്ലോ എന്ന് തോന്നിപ്പോവും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ കാണാം അവനെയും കൂടി കൂട്ടിയിട്ട് ഈ അദ്വൈതത്തിൽ കെട്ടുന്നത്. അതാണ് ഭാഷ്യം ശ്രദ്ധയോടുകൂടി പഠിക്കുക.